ജനാധിപത്യത്തിലെ കപടവേഷങ്ങൾ. ജനാധിപത്യമെന്നാൽ ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഭരണ സംവിധാനം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മേയർ തെരഞ്ഞെടുപ്പുകളിലേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്നാണ്. ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ച പ്രിയപ്പെട്ട നേതാക്കളെയല്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളും പണക്കൊഴുപ്പും ജാതി സമവാക്യങ്ങളും നിശ്ചയിക്കുന്നവരാണ് ഭരണാധികാരികളായി അവരോധിക്കപ്പെടുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും കൊച്ചിയിലും എല്ലാം നമ്മൾ കണ്ടത് ഈ ജനാധിപത്യ ദംശനത്തിന്റെ നേർചിത്രങ്ങളാണ്. തലസ്ഥാന നഗരത്തിൽ BJP ഉയർത്തിക്കാട്ടിയ മുഖമായിരുന്നു ആർ ശ്രീലേഖയുടേത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലുള്ള അവരുടെ സ്വീകാര്യത വോട്ടാക്കി മാറ്റുവാൻ BJP ശ്രമിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം അവരായിരുന്നു താരം. ജനങ്ങൾ അവരെ മേയർ സ്ഥാനാർത്ഥിയായി കണ്ട് വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ ഫലം വന്നപ്പോൾ കണ്ടത് രാഷ്ട്രീയത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങളാണ്. അവസാന നിമിഷം VV രാജേഷിനെ മേയറാക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. ഇതിന് അനുജത്തിയെ കാണിച്ച് ചേച്ചിയെ കല്യാണം കഴിക്കുന്ന രീതി എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ്? പാർട്ടിയുടെ മുഖമായി നിന്ന് മികച്ച വിജയം നേടിയ ശ്രീലേഖയ്ക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല. മാത്രമല്ല, ഔദ്യോഗിക ചടങ്ങുകൾ തീരും മുൻപേ അവർക്ക് മടങ്ങേണ്ടി വന്നു. ഇത് വ്യക്തിപരമായ അവഗണന മാത്രമല്ല, വോട്ടർമാരോടുള്ള വഞ്ചന കൂടിയാണ്. ഇപ്പോൾ അവരെ കേന്ദ്ര പദവികളിൽ വാഗ്ദാനം ചെയ്ത് അനുനയിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര നേതൃത്വം സത്യത്തിൽ ജനാധിപത്യ മര്യാദകളെയാണ് കൊല ചെയ്യുന്നത്. ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചൊല്ലി VV രാജേഷ് അധികാരമേൽക്കുമ്പോൾ അവിടെ ജനാധിപത്യ മൂല്യങ്ങൾ ബലികഴിക്കപ്പെടുകയായിരുന്നു. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ചിത്രം കൂടുതൽ വഷളാകാൻ പോവുകയാണ്. കോൺഗ്രസ് നേതാവ് ലാലിൻ ജെയിംസ് ഉന്നയിച്ച ആരോപണം അങ്ങേയറ്റം ഗൗരവകരമാണ്. മേയർ പദവി പണം നൽകി സ്വന്തമാക്കിയതാണെന്ന ആരോപണം ജനാധിപത്യത്തിന് നാണക്കേടാണ്. ഡോക്ടർ നിജി ജസ്റ്റിൻ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ജനമധ്യത്തിൽ ചർച്ചയാവുകയാണ്. തൃശൂർ കൗൺസിലിന്റെ മുഖമായി അറിയപ്പെട്ടിരുന്ന ലാലി ജെയിംസിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തഴയപ്പെടുമ്പോൾ അവിടെ മാനദണ്ഡമാകുന്നത് കഴിവാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ സ്വയം ജനാധിപത്യവാദികൾ എന്ന് അവകാശപ്പെടുമ്പോഴും താഴെ തട്ടിൽ നിന്ന് വളർന്നു വരുന്നവരെ ചവിട്ടിത്താഴ്ത്തുന്ന വികേന്ദ്രീകരണ സ്വഭാവമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. അധികാരം മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാണ്? ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നല്ല നേതാക്കൾ വരണമെന്ന് ആഗ്രഹിച്ചാണ്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടക്കൂടുകളും ചില നേതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങളും തീരുമാനിക്കുന്നത് ആരാകണം ഭരിക്കേണ്ടത് എന്നാണ്. ജാതിക്കും മതത്തിനും സമ്പത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന രീതി ജനാധിപത്യത്തെ അർത്ഥശൂന്യമാക്കുന്നു. നേതൃത്വ നിരയിൽ നാം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല അധികാര കസേരകളിലിരിക്കുന്നത്. ജനഹൃദയങ്ങളിൽ നിന്ന് ഇത്തരം പാർട്ടികൾ അന്യമായി കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. ജനവികാരത്തെ മാനിക്കാതെ ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾക്കും വ്യക്തിപരമായ ലാഭങ്ങൾക്കും പിന്നാലെ പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കാലം മാപ്പ് നൽകില്ല. ഇത്തരം കപട നയങ്ങൾക്കെതിരെ ജനങ്ങൾ ശബ്ദം ഉയർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ ശ്രീലേഖയുടെ മടക്കവും തൃശ്ശൂരിലെ ലാലി ജെയിംസിന്റെ പ്രതിഷേധവും ഒരു സൂചനയാണ്. ആഭ്യന്തര ജനാധിപത്യം മരിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചന. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയും കഴിവുള്ള നേതാക്കളെയും മുൻനിർത്തി വോട്ട് പിടിച്ച ശേഷം ഭരണം കൈയാളാൻ സ്വന്തം ഇഷ്ടക്കാരെ അവരോധിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ചിഹ്നങ്ങൾക്കോ വെറും പാർട്ടിക്കോ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തി നൽകുന്ന വിശ്വാസത്തിനാണ്. ആ വിശ്വാസത്തെ വഞ്ചിക്കുന്ന പാർട്ടികൾ ജനാധിപത്യത്തിൻ്റെ അന്തകരാണ്. നമുക്ക് വേണ്ടത് സുതാര്യമായ ഭരണവും ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതൃത്വവുമാണ്. പാർട്ടികളുടെ അണിയറയ്ക്കുള്ളിൽ തീരുമാനിക്കപ്പെടുന്ന മേയർമാരല്ല, ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന യഥാർത്ഥ പ്രതിനിധികളാകണം നഗരസഭകളെയും കോർപ്പറേഷനുകളെയും ഭരിക്കേണ്ടത്. ഈ മാറ്റത്തിനായി വോട്ടർമാർ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി.
രണ്ട് മനുഷ്യർ, രണ്ട് തീരുമാനങ്ങൾ. 2025 ഡിസംബർ 14 സിഡ്നിയിലെ ബോണ്ടി ബീച്ച്. ഹനൂക്ക ആഘോഷങ്ങളുടെ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന സായാഹ്നം. നിമിഷങ്ങൾക്കുള്ളിൽ ആ ആഘോഷം ഒരു യുദ്ധക്കളമായി മാറി. എന്നാൽ ആ ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഒഴുകിയ ചോരയുടെ പേരിൽ മാത്രമല്ല, മറിച്ച് അസാധാരണമായ ധൈര്യത്തിൻ്റെ പേരിലാണ്. ഒരേ സമുദായത്തിൽ നിന്ന് വന്ന രണ്ട് മനുഷ്യർ. ഒരാൾ തോക്കുമായി വന്ന സാജിദ് അക്രം, വിദ്വേഷത്തിന്റെ പ്രതീകം. മറ്റൊരാൾ വെറും കൈകളുമായി വന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് ആ തോക്കിനു മുന്നിൽ നെഞ്ചുമിടിച്ചു നിന്ന അഹമ്മദ് അൽ അഹമ്മദ്. സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകം. വെടിയുണ്ടകൾക്കിടയിൽ നിന്ന് ഓസ്ട്രേലിയ കണ്ടെത്തിയ ആ ഹീറോയുടെ കഥയാണിത്. ഒപ്പം തകർന്നുപോയ ഒരു കുടുംബത്തിന്റെയും. സാജിദ് അക്രം ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയ നിമിഷം, മരണം മുന്നിൽ കണ്ട നിമിഷം, എല്ലാവരും ചിതറി ഓടുകയായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പരക്കം പായുന്ന മനുഷ്യർ. എന്നാൽ ഒരാൾ മാത്രം ഓടിയത് എതിർ ദിശയിലേക്കായിരുന്നു. അക്രമിക്ക് നേരെ. അഹമ്മദ് അൽ അഹമ്മദ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു. വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന കുട്ടികളെയും കുടുംബത്തെയും ഓർക്കാമായിരുന്നു. പക്ഷേ മറ്റുള്ളവർ വെടികൊണ്ട് വീഴുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സ്വന്തം സുരക്ഷ മറന്നു. അക്രമിക്ക് നേരെ അദ്ദേഹം ചാടി വീണു. ഇതിനിടയിൽ അഹമ്മദിന് വെടിയേറ്റു. ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആരും തളർന്നു പോകുന്ന സമയം. പക്ഷേ അഹമ്മദ് പിന്മാറിയില്ല. വേദന വകവയ്ക്കാതെ അക്രമിയിൽ നിന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങി. സാജിദ് അക്രമിനെ കീഴ്പ്പെടുത്തി. അഹമ്മദ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മരണസംഖ്യ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. മനുഷ്യനെന്ന ഒറ്റ വർഗമേ ഉള്ളൂ എന്ന ലോകത്തിന് കാണിച്ചു കൊടുത്ത സുന്ദരമായ നിമിഷം. സേ നോ ടു ടെററിസം എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ ഉറക്കെ തൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം അത് തെളിയിച്ചു. ഇന്ന് ഓസ്ട്രേലിയ മുഴുവൻ ഒറ്റക്കെട്ടായി ആ പേര് വിളിക്കുന്നു, അഹമ്മദ് അൽ അഹമ്മദ്. ബോണ്ടി ബീച്ചിലെ ആ നിശബ്ദ നായകൻ ആശുപത്രി കിടക്കയിൽ ജീവനും മരണത്തിനുമിടയിൽ പോരാടുമ്പോഴും അദ്ദേഹം അറിയുന്നുണ്ടാകില്ല പുറത്ത് ഒരു രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന്. അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് നന്ദി പറയുവാൻ ഓസ്ട്രേലിയൻ ജനത ഒട്ടും മടിച്ചില്ല. മണിക്കൂറുകൾക്കുള്ളിൽ സമാഹരിച്ചത് $1 മില്യൺ പണമല്ല, മറിച്ച് മതം നോക്കാതെ, നിറം നോക്കാതെ, മനുഷ്യനായി മാത്രം കണ്ട് സ്നേഹിക്കുന്ന ഒരു ജനതയുടെ ഒപ്പിടലാണിത്. അഹമ്മദ്, നിങ്ങൾ ഓസ്ട്രേലിയയുടെ ഹീറോ ആണ്. അഹമ്മദിന്റെ ധീരത ആഘോഷിക്കപ്പെടുമ്പോൾ നഗരത്തിന്റെ മറ്റൊരു കോണിൽ ഒരുപാട് ശ്മശാന മുഖമാണ്. അക്രമിയായ സാജിദ് അക്രമിന്റെ വീട്. ഒന്നും അറിയാതെ ഭർത്താവും മകനും മീൻ പിടിക്കുവാൻ പോയതാണെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്ന വെരീന. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, അവൻ നല്ല കുട്ടിയാണ്. നവീദ്, അവൻ ഇതിലും പങ്കുണ്ടാകില്ല. ജർബീസ് ബോയിലേക്ക് പോയവർ എങ്ങനെ ഇവിടെ എത്തി? എന്റെ ഭർത്താവ്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ആ അമ്മയുടെ വിലാപം. മകൻ നവീദ്, 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവന്റെ പിതാവ് സാജിദ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അഹമ്മദിനെ പോലൊരാൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ പണയം വെച്ചപ്പോൾ സാജിദ് സ്വന്തം മകന്റെ ഭാവി കൂടിയാണ് ഇല്ലാതാക്കിയത്. ഒരേ ദിവസം, ഒരേ സ്ഥലം, രണ്ട് വ്യത്യസ്ത മനുഷ്യർ. ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. ഭീകരവാദത്തിന് മതമില്ല. സാജിദ് അക്രമിനെ പോലെ ക്രൂരമായ ഒരു മുഖം മാത്രമേയുള്ളൂ. എന്നാൽ അതിനെ നേരിടുവാൻ അഹമ്മദ് അൽ അഹമ്മദിനെ പോലെയുള്ള മനുഷ്യരുള്ളിടത്തോളം കാലം നന്മ തോൽക്കില്ല. ഓസ്ട്രേലിയയുടെ ഹീറോ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര ജീവൻ രക്ഷിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല. അഹമ്മദ്, നിങ്ങളുടെ ധൈര്യത്തിന് നന്ദി. നമുക്കൊന്നിച്ചു പറയാം, സേ നോ ടു ടെററിസം. മനുഷ്യനായിരിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും വലിയ മതം.